അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നമ്മുടെ ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ 5 വഖത്ത് നിസ്കാരം എന്നുള്ളത്. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് കൃത്യസമയം അവ്വൽ വക്തിൽ സമയം ആയി എന്ന് അറിയുമ്പോഴേക്ക് നിസ്കാരത്തിലേക്ക് ഒരുങ്ങുക എന്നുള്ളത്. സമയം ഇനിയും ഉണ്ടല്ലേ, പിന്നീട് നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്നത് അത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ്. ഈമാൻ ഉള്ള മുഅ്മിനീങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. സമയമായാൽ എത്ര തിരക്കുണ്ടെങ്കിൽ എല്ലാ തിരക്കിനേക്കാളും മുൻഗണന നൽകേണ്ടത് റബ്ബിനോടുള്ള ഇബാദത്തല്ലേ, നിസ്കാരമല്ലേ. അതിന് ചെറിയ പ്രതിഫലമൊന്നുമല്ല, അത് ചെറിയ ബാധ്യത ഒന്നുമല്ല. സലാത്ത് അവ്വലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമ. ഖിയാമനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തിനെ കുറിച്ചാണ്. അപ്പോൾ നിസ്കാരം ശരിപ്പെട്ടാലേ ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലാം അത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നിസ്കാരമാണ് വളരെ പ്രധാനം. അതിനെക്കുറിച്ചാണ് നാളെ ഖിയാമനാളിൽ ആദ്യമായി അല്ലാഹു ചോദിക്കുക. അസ്സലാത്തു ഇൻ സ്വലഹത് സ്വലഹ സായിറൽ അമല വഇൻ ഫസദത് ഫസദ സായിറൽ അമല. നിസ്കാരം നന്നായാൽ ബാക്കിയുള്ള അമലുകളെല്ലാം നന്നാകും. നിസ്കാരം ചീത്തയായി പോയാൽ, നിസ്കാരം വേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള അമലുകളൊന്നും നന്നാവുകയില്ല. അസ്സലാത്തു തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ് നിസ്കാരം എന്നുള്ളത്. അത് നമ്മുടെ തെറ്റിൽ നിന്ന് അത് നമ്മെ തടയുന്നതാണ്. ഇവിടെ ചിന്തിക്കണം, നിസ്കരിക്കുന്നവരാണ് നമ്മൾ, എന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഖുർആൻ പറയുന്നപ്പോൾ സത്യമാകണ്ടേ? അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ നിസ്കാരം പോലെ ആയിട്ടില്ല. നിസ്കാരം യഥാർത്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നിസ്കാരമായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മെ തെറ്റിൽ നിന്ന് തടയുന്നതാണ്. അത് ഉറപ്പാണ്. അസ്സലാത്തു അലാ വഖ്തിഹ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. നിസ്കാരത്തിൻ്റെ അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അസ്സലാത്തു അലാ സ്വലാത്തു നൂറൻ. നിസ്കാരം എന്നുള്ളത് പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയ വെളിച്ചമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ റാഹത്തുണ്ടാവുകയില്ല, വലിയ സന്തോഷമുണ്ടാവുകയില്ല. നിസ്കാരമുള്ളവൻ്റെ ജീവിതം വലിയ വെളിച്ചമാണ്, വലിയ സന്തോഷമാണ്, വലിയ ബറക്കത്താണ്. അസ്സലാത്തു റാഹത്തും മിൻ ഹുമൂമിദ് ദുനിയ. നിസ്കാരം എന്നുള്ളത് ദുനിയാവിൻ്റെ എല്ലാ ബേജാറുകൾക്ക് പരിഹാരമാണ്. അസ്സലാത്തു യംഹു ബിഹല്ലാഹു അൽ ഖതായ. നിസ്കാരം എന്ന് കൃത്യമായിട്ട് വേണ്ടതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അത് പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. അസ്സലാത്തു മുനാജാത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി. നമ്മളും അള്ളാഹുവിനോടും സംസാരിക്കുന്ന ഒരു മുനാജാത്താണ് നിസ്കാരം എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാളൊന്നും നിസ്കാരത്തിനെയാണ് താല്പര്യപ്പെടേണ്ടത്. കാരണം എൻ്റെ റബ്ബിനോട് സംസാരിക്കുന്ന, എൻ്റെ റബ്ബിനോട് ഇടപെടുന്ന ഒരു സമയമാണല്ലോ നിസ്കാരം എന്നുള്ളത്. അപ്പോൾ നിസ്കാരത്തിനിക്ക് താല്പര്യമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അതേ സമയത്ത് അസ്സലാത്തു നിസ്കാരം എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാനം മരണപ്പെടുന്ന ആ അവസാന ഘട്ടത്തിൽ പോലും ഉമ്മത്തീങ്ങളോട് വസിയത്ത് ചെയ്തത് അസ്വലാത്തു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഗൗരവം കാണിക്കണേ എന്നല്ലേ. അപ്പോൾ മുത്തുനബി എത്രമാത്രം ബഹുമാനം നിസ്കാരത്തിലേക്ക് കണ്ടതുകൊണ്ടല്ലേ, നിസ്കാരത്തിന് ഉള്ളതുകൊണ്ടല്ലേ മുത്തുനബി ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രമാത്രം ബഹുമാനങ്ങൾ നിസ്കാരത്തിനുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. നോക്ക്, ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ സിഫത്തിനെ കുറിച്ചിട്ട്, ആരാണ് മുഅ്മിനീങ്ങൾ എന്നതിനെ വിവരിക്കുന്ന സ്ഥലത്ത് മുഅ്മിനൂന സൂറത്തിലെ അല്ലാഹ് പഠിപ്പിക്കുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖശിഊൻ. കുറേ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് ആരാണ് മുഅ്മിനീങ്ങൾ. അവർ നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹ് പറയുമ്പോൾ, അതേ ഖുർആനിൽ വേറൊരു സ്ഥലത്ത്
മുജ്രിമീങ്ങൾ ആരാണെന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ലം നകൂ മിനൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവരാണ് അക്രമികൾ, നിസ്കരിക്കാത്തവന് പരാജിതർ എന്ന സൂചന അള്ളാഹു വേറൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നു. വിജയിച്ചവരാര് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ അല്ലാഹു പറയുന്നത് നിസ്കരിക്കുന്നവരാണ്. ആരാണ് പരാജിതർ? അവിടെ അല്ലാഹു പഠിപ്പിക്കുന്നത് നിസ്കരിക്കാത്തവരാണ് എന്ന. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നിസ്കാരത്തിന് എന്തുമാത്രം ഗൗരവം ഒരു മുഅ്മിൻ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന് വേണ്ടതുപോലെ ബഹുമാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.